98 നിന്ന് കാലടിയിൽ നിന്ന് ആരംഭിച്ച ആ പ്രയാണം 99 തൃശ്ശൂരിൽ ഗീത ഫോർ സോഷ്യൽ ചേഞ്ച്, ഗീത ഫോർ യൂത്ത്, യുവാക്കൾക്ക് വേണ്ടി ഗീത എന്ന സന്ദേശം ഉണ്ടായിരുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ പരിവർത്തനത്തിന് ഗീത. മാന്യ പരമേശ്വർജി എന്നും ചിന്തിച്ചത്, അല്ലെങ്കിൽ ആ കാലത്തെ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തകന്മാരെല്ലാവരും ചിന്തിച്ചത്, ഗീത കൊണ്ട് എന്താണ് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകേണ്ടത്? ഗീത എന്താണ് സത്യത്തിൽ? അതൊരു മോക്ഷശാസ്ത്രം മാത്രമാണോ? മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം മാത്രമാണോ എന്നും പരമേശ്വർജി ആയാലും മറ്റെല്ലാ ആചാര്യന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഗീത മോക്ഷശാസ്ത്രത്തിനപ്പുറം ഒരു രണഗീതയാണ്. ഇവിടെ ഗീതം നമ്മുടെ കിരൺ മാഷ് പാടിത്തരാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെയൊക്കെ സഹകരണം കൊണ്ട് എല്ലാവരും പാടിയില്ലെങ്കിലും അദ്ദേഹം കറണ്ട് പോയെങ്കിൽ കൂടി അത് മുഴുവൻ പാടി മുഴുവിപ്പിച്ചു. അതിലെ 2ാമത്തെ വരിയിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അത് രണഗീതയാണ്. ഗീത എവിടെ വെച്ചാണ് ഉപദേശിക്കപ്പെട്ടത്? ഗീത ഉപദേശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെ അങ്ങേയറ്റം ശാന്തമായ ഒരു സാഹചര്യത്തിലല്ല. ഏത് നിമിഷവും ഒരു ജ്വാലാമുഖി പൊട്ടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന, ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന യുദ്ധഭൂമിയിലാണ് അത് ഉപദേശിക്കപ്പെട്ടത്. ആർക്കാണ് ഉപദേശിച്ചത്? ഉപദേശിച്ചത് ഏതെങ്കിലും സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിക്ക് കുറച്ചുകൂടി തത്വശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉപദേശിക്കപ്പെട്ടത്. ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും പരാക്രമിയായിട്ടുള്ള, ഈ ത്രിഭുവനങ്ങളെയും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പോകുന്ന കരുത്തിന്റെ ഉടമസ്ഥനായ ആൾക്കാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോരാളികളിൽ പോരാളിയായ അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് പൂജ്യ രംഗനാഥാനന്ദ സ്വാമികൾ ഈ ഗീതാ സംരംഭം, ഗീതാ മുന്നേറ്റം പരമേശ്വരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഗീത പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ടതല്ല, ആരാധിക്കേണ്ടതല്ല. പലപ്പോഴും ഇന്നും നമ്മളിൽ പലരും ഗീതയെ കാണുന്നത് ഒരു പൂജ്യമാണത്, പവിത്രമാണത്, ആരാധ്യമാണത്, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല, കർമ്മഭൂമിയിൽ പ്രവർത്തനം നടത്താനുള്ള പ്രേരണ നൽകാനുള്ള ഒരു രണഗീതയാണ്, ഒരു യുദ്ധഗീതയാണ്, യാതൊരു സംശയവുമില്ല കാര്യം. യുദ്ധം എന്ന പദത്തിന്റെ അർത്ഥം ആരെങ്കിലുമൊക്കെ കൊല്ലുക എന്നതും അർത്ഥമല്ല. അതിനൊക്കെ അപ്പുറത്ത് പൂർണ്ണമായ കർമ്മം, വിജയകരമായ കർമ്മം നിർവഹിച്ച് എല്ലാ വിധത്തിലുള്ള സമസ്യകളെയും പ്രശ്നങ്ങളെയും ദ്വന്ദ്ങ്ങളെയും ശരി തെറ്റേതെന്ന് വിവേചിച്ചറിഞ്ഞു മുന്നോട്ട് പോകാനുള്ള, കാർപ്പണ്യദോഷത്തിൽ നിന്ന് നമ്മളെ ഉയർത്താനുള്ള ഒന്നാണ് ഗീത. അങ്ങനെയുള്ള ആ ഗീതയുടെ, ഭഗവത്ഗീതയെ ആധുനിക കാലത്ത് ലോകസമക്ഷം അവതരിപ്പിച്ച ഒരു മഹാസംരംഭത്തിൻ്റെ 25ാം വർഷം അതെങ്ങനെ ആഘോഷിക്കണം എന്ന് കാലടിയിൽ രൂപീകൃതമായ സമിതിയും സംസ്ഥാന തലത്തിൽ രൂപീകൃതമായ ഈ രജത ജയന്തി ഗീതാ സ്വാധ്യായ സമിതിയുടെ ഈ രജത ജയന്തി സ്വാഗത സംഘവും സംഘാടക സമിതിയും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കൂടുതൽ നന്നാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു യോഗമായിട്ടാണ് എന്നോട് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഗീതയെക്കുറിച്ചുള്ള, ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ഏതെങ്കിലും പുതിയ അറിവ് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വരണം എന്നല്ല സന്തോഷി ആയാലും അല്ലെങ്കിൽ ഹരികൃഷ്ണൻ ആയാലും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ചേർന്ന് ഈ പരിപാടി എങ്ങനെ ഏറ്റവും വിജയകരമാക്കി തീർക്കാം. ഇന്നത്തെ സാഹചര്യം ഭഗവത്ഗീത പോലുള്ള ഒരു ദർശന ഗ്രന്ഥം നമുക്കൊരു ദൃഷ്ടിയും തത്വശാസ്ത്രവും പ്രദാനം ചെയ്യാൻ കരുത്തുള്ള ആ ഗ്രന്ഥത്തിന് കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 25 വർഷം മുമ്പും സ്ഥിതി അതേപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് 2000 ഗീതാ ജയന്തിയിൽ തുടങ്ങി
3 ദിവസം നീണ്ടു നിന്ന ഗീത ഇന്റർനാഷണൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അന്ന് അതിൽ പങ്കെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ട്. പരമപൂജ്യനായ ആരാധ്യനായ ദലൈലാമയായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ. അധ്യക്ഷൻ ആരാധ്യനായ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു. അവിടെ അംഗീകരിച്ചൊരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഗീതാ സമ്മേളനത്തിൻ്റെ ആവശ്യമെന്ത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രമേയം അവിടെ അംഗീകരിക്കപ്പെട്ടു. നമ്മൾ ചിലരെങ്കിലും ആ പ്രമേയം ഓർക്കുന്നുണ്ടാവും. ഞാനതിൻ്റെ കുറച്ച് വരികൾ വായിക്കാം. അത് ഇന്റർനാഷണൽ സമ്മേളനം ആയിരുന്നുകൊണ്ട് പ്രമേയം ഇംഗ്ലീഷിലാണ് അവതരിപ്പിച്ചത്. Man needs a vision and a philosophy which is not merely mundane or materialistic. A spiritual vision and faith in divine hand are always needed. എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ പ്രമേയം, ഇതിലിപ്പോ അധ്യക്ഷൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡിവൈൻ ഹാൻഡിൽ വിശ്വസിക്കണം. ഫെയ്ത്ത് ആധ്യാത്മികമായിരിക്കണം അതിൻ്റെ അടിത്തറ. നമുക്ക് വേണം ഒരു ദർശനവും ഒരു ദൃഷ്ടിയും. അതൊരിക്കലും ലൗകികമോ ഭൗതികമോ ആയത് മാത്രമായിരിക്കരുത്. അതിനപ്പുറത്തുള്ള ഒരു ആധ്യാത്മിക സാംസ്കാരിക ദൃഷ്ടിയും ദർശനവും ഈ കാലഘട്ടത്തിൻ്റെ സമസ്യകളെ പരിഹരിക്കാൻ നമുക്ക് ആവശ്യമാണ്. ആധ്യാത്മിക ദർശനവും ദൈവിക സാന്നിധ്യത്തിലുള്ള വിശ്വാസവും അത് നമുക്ക് കടന്നു പോകാൻ കഴിയുമോ? ആ പ്രമേയത്തിൽ പരമേശ്വർജി തന്നെ പരമേശ്വർജിയുടെ കരസ്പർശമേറ്റ പ്രമേയമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇൻസർമൗണ്ടബിൾ പ്രോബ്ലംസ് ആണെന്ന് നമുക്ക് തോന്നാവുന്ന പ്രോബ്ലം, നമുക്ക് കടന്നു പോകാൻ പറ്റുമോ എന്ന് സംശയം തോന്നുന്ന സമസ്യകളാണ് നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത്. പക്ഷെ ആ സന്ദർഭത്തിൽ വ്യക്തിയായാലും സമൂഹമായാലും രാഷ്ട്രമായാലും പരിഹരിക്കാൻ കഴിയുമോ എന്ന് സംശയം തോന്നുന്ന ആ സമസ്യകളെയൊക്കെ അതിജീവിക്കാൻ പോകുന്ന കരുത്ത്, അതിനുത്തേജനം തരാൻ കഴിയുന്ന ഒരു മരുന്ന് എന്ന നിലയിൽ ഭഗവത്ഗീത നമുക്ക് സ്വീകരിക്കാം. ഗീത എല്ലാ കാലത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രമേയം അവസാനിക്കുന്നത്. ഇപ്പൊ ദൈവികമായ കരം എന്ന് ഒരു വസ്തുത ഈ പ്രമേയത്തിലുമുണ്ട്. ഞാനപ്പോ അത്ഭുതത്തോടെ ഓർക്കായിരുന്നു, ജോബിജി ഇത് പറയുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതൊരു ഈശ്വരീയ സാന്നിധ്യത്തെക്കുറിച്ചാണ്, ആധ്യാത്മിക സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഭഗവാനും പറയുന്നുണ്ട് ആ കാര്യം. വ്യക്തിയുടെ പരിശ്രമത്തിന്റെ ബലത്തെക്കുറിച്ച് ഊന്നുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. 4 കാര്യങ്ങൾ നമുക്ക് വിട്ടു തന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഇതൊക്കെയാണെങ്കിലും നീ ഓർത്തോളൂ, ദൈവം ചൈവാത്ര പഞ്ചമം, 5ാമത് ദൈവമുണ്ട്. അധിഷ്ഠാനം, നമ്മുടെ ഒരു താത്വികമായ ദാർശനികമായ അടിത്തറ വേണം. അത് പ്രവർത്തിക്കാൻ കരുത്തുറ്റ ശുദ്ധിയുള്ള മനുഷ്യൻ വേണം. വിവിധങ്ങളായ ക്രിയാകലാപങ്ങളിലൂടെ സമർത്ഥമായ വിധത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടതായ സാധനങ്ങളെ, സാമഗ്രികളെ, സാങ്കേതിക ശാസ്ത്രത്തെ ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും കരുത്തുറ്റ സാങ്കേതിക ശാസ്ത്രത്തെയൊക്കെ ഉപയോഗിക്കണം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടാണല്ലോ ISROയിൽ സാറ്റലൈറ്റ് അയക്കുന്നതിന് മുമ്പ് ഡയറക്ടറും പ്രോജക്ട് എഞ്ചിനീയറും ഡയറക്ടറും ഒക്കെ ചേർന്നിട്ട് തിരുപ്പതിയിൽ പോയി തൊഴുന്നത്, അല്ലെ മൂകാംബികയെ നമസ്കരിക്കുന്നത്. ദൈവം ചൈവാത്ര, അതൊരു വസ്തുതയാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. ശുദ്ധ അഹങ്കാരികൾക്ക് മാത്രമേ നിഷേധിക്കാൻ പറ്റൂ. ഞാനാണ് സർവം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, സാധാരണ നല്ലൊരു രാത്രി, നല്ല നിലാവൊക്കെ ഉള്ളൊരു രാത്രിയിൽ വെറുതെ രാത്രിയിലൊന്ന് പോയി വീടിന്റെ മുന്നിൽ ഒന്ന് മലന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ നിന്റെ ഈ അഹങ്കാരം. ആ താരരാശി, ആ നക്ഷത്ര രാശികൾ കാണുമ്പോൾ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ആ നക്ഷത്രങ്ങളിൽ എത്രണ്ണം ഇപ്പൊ ഉണ്ട് അവിടെ? കാണാത്ത എത്രയോ എണ്ണം അവിടെ ഉണ്ട്. എത്രയോ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്താണ്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ചിലരങ്ങ് വിചാരിക്കുകയാണ് എൻ്റെ കയ്യിലാണ് ഇതൊക്കെ എന്ന്. അതുകൊണ്ട് ഇതിനെയൊക്കെ വെട്ടിപ്പിടിച്ചു കളയാം എന്ന് പറഞ്ഞ ഒക്കെ എടുത്തങ്ങ് ഇറങ്ങാണ്. അതുകൊണ്ടൊരു പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആയുധം കൊണ്ടേ
അവർക്ക് മാത്രം തോന്നുന്നതാണ്. നമുക്കപ്പുറത്തൊന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്, വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അധിഷ്ഠാനവും കർത്തയും കരണവും ക്രിയാകലാപങ്ങളും ഒക്കെ കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു ദൈവം ചെയ്വ പ്രപഞ്ചമം. അങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നമുക്കൊരു ആധാര ഗ്രന്ഥം വേണം, ആധാര ദർശനം വേണം. ഭാരതീയനത ഏതാണ്? ഭാരതീയനത തീർച്ചയായിട്ടും ഭഗവത്ഗീതയാണ്. അതുകൊണ്ട് ഗീതയെ ആധാര ഗ്രന്ഥമായി സ്വീകരിച്ചുകൊണ്ട് അന്ന് ആ സമ്മേളനത്തിൽ ഭാരതത്തിന്റെ ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കണമെന്ന് വരെ പ്രമേയമെന്ന് അവിടെ പാസ്സാക്കിയിരുന്നു. വരാൻ പോകുന്ന കാലഘട്ടം അതായിരിക്കണം. ഗീതയുടെ വർഷമായിരിക്കണം, ഗീതയുടെ ദശാബ്ദമായിരിക്കണം. നമുക്ക് ഈ ഗീതായനം കഴിയുമ്പോൾ ഈ അമൃതവർഷത്തിന്റെ കാലഘട്ടത്തിൽ ഒരു അമൃതകാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ. 2047 ദൃഷ്ടി ഊന്നി മുന്നോട്ട് പോവുകയാണ്. ആ 2047 എത്തണമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഭാരതം എവിടെ എത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിശ്വമിത്രമെന്നോ വിശ്വഗുരുവെന്നോ ഏത് പേരെന്ത് തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്, കോതമ്പ് പാടത്ത് നീർവെയ്തു പോകും മുകിലാണ് എന്ന് കുറുപ്പുസാറ് കൊണ്ട് പാടിയതുപോലെ പേരെന്ത് വിളിച്ചോളൂ, വിശ്വഗുരു എന്ന് പറഞ്ഞാൽ അതിലിത്തിരി ഒരു ഈഗോ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട, വിശ്വമിത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എന്തായിരുന്നാലും ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മൾ നടന്നെടുക്കുക തന്നെ ചെയ്യും. അതിന് ട്രംപ് കണ്ണുമുഴപ്പിച്ചാലും ചൈനക്കാരൻ കണ്ണുമുഴപ്പിച്ചാലും ഒന്നും അത് പിന്നോട്ട് പോകാൻ പോകുന്നില്ല, യാതൊരു സംശയവുമില്ല. താരിഫ് 25% ആക്കിക്കളയും എന്ന് കണ്ണുമുഴപ്പിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാരണം ഈ എക്സ്പോർട്ടിൽ ഊന്നി ഇതുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ അല്ല ഭാരതത്തിൻ്റെത്. ഭാരതത്തിനൊരു വലിയ വിശാലമായ ആഭ്യന്തര വിപണിയുണ്ട്. ആ ആഭ്യന്തര വിപണിയെ വേണ്ടും വേണ്ടും പ്രോത്സാഹിപ്പിച്ചാൽ നിനക്കൊരു ചുക്കും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. അപ്പോഴാണ് ചിലർ പറയുന്നത് ഭാരതത്തിൻ്റെതൊരു മൃത സമ്പദ് വ്യവസ്ഥയാണ്, ഡെഡ് എക്കണോമി ആണെന്ന് പറയുന്ന ആളുകളും ഉണ്ട് ഇവിടെ. എന്നിരുന്നാലും വിഷയം നമ്മുടെ അതല്ലാത്തതുകൊണ്ട് ഞാൻ 2047 ആകുമ്പോഴേക്കും എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ അതിനൊരു ഉറച്ച അടിത്തറ വേണം, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, ഒരു ദർശനത്തിന്റെ, ഒരു സിദ്ധാന്തത്തിന്റെ. അത് ഭഗവത്ഗീതയാണ്. അതുണ്ടായാലേ പറ്റുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു വൈതരണിയിലൂടെ ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ അമേരിക്ക കടന്നു പോകുമ്പോൾ ഈ 80കൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ്, തകർച്ചയുടെയും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നൊരു സന്ദർഭമായിരുന്നു. സാധാരണ പറയില്ലേ, കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ ഓട് അദ്ദേഹം ഈ ഉദണ്ഡശാസ്ത്രികളെ പരാജയപ്പെടുത്തി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിജയത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ചില ആളുകൾ, പണ്ഡിതന്മാരെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ കാക്കശ്ശേരിയോട് ചോദിച്ചു, ആപതികിൻ കരണീയം, ഈ ആപത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഒട്ടും അടിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ചരണയുഗളം അമ്പായ, അമ്പയുടെ കാല് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിടിച്ചാൽ എന്താ കാര്യമുള്ളത്? ഒരു സംശയമില്ല, ബ്രഹ്മാദികൾ മുഴുവൻ നിന്റെ കിങ്കരന്മാരായിട്ട് വന്നു ചേരും. ത്രിമൂർത്തികൾ, ബ്രഹ്മൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മൂർത്തികളും നിന്റെ കിങ്കരന്മാരായി വരും എന്ന് പറഞ്ഞതുപോലെ കഷ്ടം വരുമ്പോഴാണല്ലോ, ദുഃഖം വരുമ്പോഴാണല്ലോ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക. അന്ന് അമേരിക്കക്കാരും അങ്ങനെ ചിന്തിച്ചു ആ സമയത്ത് 80കളിൽ. അങ്ങനെ 82 ഓഗസ്റ്റ് 5 അമേരിക്കയുടെ സെനറ്റ് കൂടിച്ചേർന്ന് അത് രണ്ട് പക്ഷങ്ങളും, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ, അതായത് ഒരല്പം സോഷ്യലിസ്റ്റുകളാണെന്ന് സ്വയം വിചാരിക്കുന്ന ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും ഒരുപോലെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് റെസൊല്യൂഷൻ 165 പാസാക്കി. 1982 ഓഗസ്റ്റ് 5 പാസാക്കിയത് എന്തായിരുന്നു? രാഷ്ട്രപതിയോടൊരപേക്ഷ. എന്തപേക്ഷ? അപേക്ഷ ഒന്ന് മാത്രമാണ്, വരാൻ പോകുന്ന വർഷം 1983 ദ ഇയർ ഓഫ് ബൈബിൾ എന്ന് തീരുമാനിക്കാം. അത് ബൈബിളിന്റെ വർഷമാണ് എന്ന് രാഷ്ട്രപതിയെ കൊണ്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ചു. എന്തിനു വേണ്ടിയിട്ടെന്നുള്ളത് ഞാൻ പശ്ചാത്തലം പറഞ്ഞു. 80കൾ അവരെ സംബന്ധിച്ചുള്ള ഒരു വലിയ മെൽറ്റ് ഡൗണിന്റെ കാലഘട്ടമായിരുന്നു, തകർച്ചയുടെ കാലഘട്ടമായിരുന്നു, പ്രശ്നങ്ങളുടെ കാലഘട്ടമായിരുന്നു, സങ്കീർണങ്ങളായ സമസ്യകളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമായിരുന്നു. ഇതിനെ അതിജീവിക്കാൻ സെനറ്റ് കണ്ടുപിടിച്ച മാർഗങ്ങളിലൊന്ന് ബൈബിളിൽ ഊന്നുക എന്നതാണ്. നമ്മളെല്ലാവരും പറയുന്നത് സെക്യുലർ, ലിബറൽ, ഡെമോക്രാറ്റ് എന്നൊക്കെ പറയുന്ന അമേരിക്കയിലെ സോഷ്യലിസ്റ്റുകൾക്കും
ഇടതുപക്ഷക്കാർക്കും ഭരണപക്ഷക്കാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇത് പറയാൻ. അങ്ങനെ ഈ 165 റെസല്യൂഷൻ സെനറ്റിന്റെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കപ്പെട്ടു. ആ പ്രമേയം കോൺഗ്രസിലൂടെ രാഷ്ട്രപതി റൊണാൾഡ് റീഗന്റെ മുന്നിൽ വന്നു. അദ്ദേഹം 983 ഇയർ ഓഫ് ബൈബിളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രോക്ലമേഷൻ, ആ പ്രോക്ലമേഷൻ 5018, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഇനിയും ആർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. US പ്രോക്ലമേഷൻ 5018 എന്ന് നോക്കിയാൽ കാണാം. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു 8 പാരഗ്രാഫുള്ള, 7 പറയാം 8 പറയാം, കാരണം 8ാമത്തെ പാരഗ്രാഫായി ഞാൻ പറയുന്നത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ വരികയാണ്. 1ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നത് അമേരിക്കയെ രൂപപ്പെടുത്തിയ സ്വാധീന ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന ശക്തി ബൈബിളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. 2ാമത് പറയുന്നു, അമേരിക്ക രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ ചിന്നിച്ചിതറി പലതായി കിടന്നിരുന്ന അമേരിക്ക ഒന്നാക്കാനുള്ള പ്രവർത്തനം നടത്തിയ നമ്മുടെ പൂർവ്വ പിതാമഹന്മാര് അവർ സഹിച്ച കഷ്ടപ്പാടിനെ അതിജീവിക്കാൻ പ്രേരണ നൽകിയ കരുത്ത്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല അവിടെ, അത് ബൈബിളാണെന്നാണ്. 3ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ അത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ എന്ന് ആലോചിക്കണം. അവര് പറഞ്ഞത് അമേരിക്കയുടെ നീതിന്യായ വ്യവസ്ഥയും അമേരിക്കയുടെ ഭരണഘടനയും രൂപപ്പെടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ബൈബിളാണ് എന്നാണ്. ബൈബിളാണ് അതിൽ പങ്കുവഹിക്കുന്നത്. 4ാമത് പറഞ്ഞത് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ, വാഷിങ്ടൺ മുതൽ ഇതുവരെയുള്ള എല്ലാ രാഷ്ട്ര നേതാക്കന്മാർക്കും പ്രചോദനമായിരുന്ന ഗ്രന്ഥം. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കൻ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ വിപ്ലവകാരികളും ഒക്കെ തരം കിട്ടിയാൽ ഉടനെ ഉദ്ധരിക്കുന്ന ലിങ്കൻ പറഞ്ഞത്, ഐ എം കോട്ടിങ്, "The best gift God has given to man, but for it we couldn't know right from wrong." ശരി തെറ്റുകളെ വിവേചിച്ചറിയാൻ നമുക്ക് കഴിയുമായിരുന്നില്ല ഈ ഗ്രന്ഥം നമുക്കുണ്ടായിരുന്നില്ലെങ്കിൽ. 5ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ബൈബിളിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഊന്നൽ, സ്നേഹവും കരുണയും അയൽക്കാരിലേക്ക് പകർന്നു കൊടുക്കലാണ്. അതിനുവേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള റീച്ച് ഔട്ടുകൾ, നമ്മൾ കൊടുത്തിട്ടുള്ള സഹായങ്ങൾ, അന്യരാഷ്ട്രങ്ങൾ, അമേരിക്ക എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് വായിക്കുമ്പോൾ ഒരല്പം ചിരിയും വരും. നമ്മുടെ മുമ്പിൽ ഇറാഖ് ഇങ്ങനെ വരും. പാവം സദ്ദാം ഹുസൈൻ്റെ പല്ലു വരെ കുത്തിയിളക്കി അതിനകത്തെങ്ങാനും ജൈവ ആയുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയ അത് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, അത് അവരുടെ ആവശ്യമാണ്. അവരവരുടെ ആ ദർശനം ബൈബിളിനെ നടപ്പാക്കിയത് അങ്ങനെ തന്നെയാണ് ആ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി. പരമേശ്വരജി പറയാറുണ്ട്, ബൈബിളിൽ അയൽവക്കക്കാരനെ സ്നേഹിക്കണം, ഒരു കവള തടിച്ചാൽ മറ്റേ കവള കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരമേശ്വരജി ഇത് പറയുമ്പോഴും സൂചിപ്പിച്ചു, അവർ പക്ഷെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെയല്ല 2 കർണം അടിച്ചു പൊളിക്കുക ചെയ്തത്. എങ്ങാനും ഒരു കർണത്തെ നേരെ കൈ ഒന്നിയാൽ. എന്നാൽ ഭഗവത്ഗീത നടപ്പിലാക്കേണ്ട ഭാരതത്തിലെ ആളുകൾ ഈ ഉപദേശം കൊണ്ട് നടക്കുകയാണെന്ന് പറയാറുണ്ട് തമാശയിൽ. ഏതായാലും ആ കാര്യങ്ങൾ മുഴുവൻ അയൽക്കാർക്ക് വേണ്ടിയിട്ട് റീച്ച് ഔട്ട് നമ്മൾ നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സേവന സ്ഥാപനങ്ങൾ ഒക്കെ നടത്തി. അതിനും പ്രേരണ ഇതായിരുന്നു. അമേരിക്കയുടെ സ്വഭാവത്തെയും പ്രകൃതത്തെയും നിശ്ചയിച്ചത്, രൂപപ്പെടുത്തിയത്, ഉരുവപ്പെടുത്തിയത് ബൈബിളാണ്. അങ്ങനെയുള്ള ആ ബൈബിൾ, അതിനാൽ ഈ സത്യങ്ങളെ മുഴുവൻ ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്, അമേരിക്കൻ കോൺഗ്രസ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ റെസല്യൂഷൻ, ഈ പ്രോക്ലമേഷൻ നടത്താൻ. ഞാനത് ആ പ്രോക്ലമേഷൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്, തുല്യം ചാർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നടക്കുന്നത്. ഞാൻ ഇത്തിരി ഒരല്പം വിസ്തരിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ പ്രമേയത്തിൽ 2000 ഗീതാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ നടത്തിയ പ്രമേയത്തിൽ കൃത്യമായി പറയുന്നു, നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ ഒരു ആധ്യാത്മിക സാംസ്കാരിക ദർശനം ആവശ്യമാണ്. ഇക്കാലം അത്രയുമുള്ള ഭാരതത്തിന്റെ ചരിത്രത്തിൽ നമ്മളെ താങ്ങി നിർത്തിയത് ഈ ഗീത പ്രതിനിധാനം ചെയ്യുന്ന ദർശനമാണ്. ഇനിയുള്ള സമയത്ത് അത് അനിവാര്യമാണ്. നമ്മളത് ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിനോടൊക്കെ അത് അംഗീകരിക്കാൻ. പക്ഷേ എത്ര കണ്ടത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്ര ഉത്തരം തരേണ്ട ഒരു വലിയ ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് ഈ 25ാം വർഷത്തിൽ വീണ്ടും ആ ആവശ്യം ഉന്നയിക്കാൻ കഴിയണം. ഇത് ലോകം മുഴുവൻ ചെയ്തിട്ടുള്ളതാണ്.
അവരവരുടെ നാടിന്റെ ദർശനം, അതിന് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് തന്നെയാണ് മാർഗം. ആ മാർഗം അവരനുവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നല്ല, നമ്മളതിന് മുമ്പേ ചെയ്യേണ്ടതാണ് എന്നുകൊണ്ട്. ഭാരതത്തിന്റെ ചരിത്രം അത് അഭംഗുരം തുടരുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഇക്ബാലൊക്കെ എഴുതിയത്, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിഥാ ഹമാരാ, ജുനാൻ മിസ്ര റോമ സബ് മിट गए ജഹാൻ സേ, കുച്ച് ബാത് ഹേ ഹസ്തി മിടുത്തി ന മിടുത്തി ഹമാരി. കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ തകരാതെ നിൽക്കുന്നത്. ഈ തുടർച്ച, ഭാരതത്തിന്റെ എന്ത് തുടർച്ചയാണ്? സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ ഒരേപോലെ തുടർന്നു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരിളക്കവും തട്ടാതെ തുടർന്നു പോന്നോ? അതുമില്ല. എന്നെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭരണങ്ങൾ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലെ നിയമങ്ങളും നിയാമക തത്വങ്ങളും മാറി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മാറാതെ തുടർന്നു പോന്ന ഇക്ബാൽ നല്ല കാലത്ത് എഴുതിയ കവിതയിൽ പറയുന്നത് പോലെ ഒരിക്കലും തകരാതെ തുടർന്നു പോകുന്ന ഒന്ന് നമ്മുടെ സംസ്കൃതിയാണ്. ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു കേട്ടു നമ്മൾ. ഈ വിജയത്തിന് നമ്മുടെ നാടിൻ്റെ ഈ സംസ്കൃതിയാണ് പ്രധാനപ്പെട്ട കാരണം, പാരമ്പര്യമാണ് പ്രധാനപ്പെട്ട കാരണം എന്ന്. അത് നമ്മുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ നൈരന്തര്യമാണ്. അതാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ കാരണം. 2000 വർഷമൊന്നും 5000 വർഷമൊന്നും 10000 വർഷമൊന്നും ഒക്കെ ആവേശം മൂത്ത് ചിലർ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്നും ഒക്കെ പറയുന്ന ഭാരതം, ചിലരെല്ലാം പറയുന്നു ഭാരതം അടുത്ത കാലത്തുണ്ടായതാണ് എന്ന്. അടുത്ത കാലത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്തൊരു വലിയ എന്താ പറയുക, ഒരു മാധ്യമപ്രവർത്തക ആയിരിക്കുമ്പോൾ ഞാൻ സ്വതന്ത്ര മാധ്യമപ്രവർത്തകയാണെന്ന് പറയുകയും ദേശീയ പ്രസ്ഥാനങ്ങളെ ഒക്കെ കടന്നാക്രമിക്കുകയും ചെയ്ത മഹതി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്നതിൻ്റെ MP ഒക്കെയാണ്. അവരൊരു ട്വീറ്റ് ചെയ്തു, പേര് പറയുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ എന്തിനാണ് വെറുതെ അവർക്കൊരു പരസ്യം കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാത്തതാണ്. അവരൊരു ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് ചെയ്തത് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കാൻ നമ്മളെല്ലാം തയ്യാറെടുക്കുന്ന സമയത്താണ്. ആദരണീയനായ പ്രധാനമന്ത്രി അതിനൊരു ബൗദ്ധിക പശ്ചാത്തലം ഉണ്ടാക്കാൻ 75ാം വർഷാഘോഷത്തിന് മുന്നോടിയായിട്ട് ഒരു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കാൻ, എപ്പോഴും മോദിജിയുടെ ശ്രമങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അത് അദ്ദേഹം ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. എപ്പോഴും വലിയ മാറ്റത്തിന് മുന്നോടിയായി ഒരു ഇന്റലക്ച്വൽ, ഒരു വൈചാരിക പരിവർത്തനം നടക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ധർമ്മരാജ്യം സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കാനാണ് ഗീതോപദേശം നടന്നിട്ടുള്ളത്. അതുപോലെ 75ാം വർഷത്തിന് മുന്നോടിയായി അത്തരം പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മൻ കി ബാത്തിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹി കെട്ടിട്ട് ഈ മഹതി പത്രപ്രവർത്തക, സ്വതന്ത്ര പത്രപ്രവർത്തക, അവർ പറഞ്ഞു, അരേ ബാബ, വേർ വാസ് യുവർ ഭാരത് ബിഫോർ ബ്രിട്ടൻ കെയിം ഹിയർ? ബ്രിട്ടൻ ഇവിടെ വരുന്നതിന് മുമ്പ് നിന്റെ ഇന്ത്യ എവിടെയായിരുന്നു ഹേ എന്നാ ചോദിച്ചു. ഇറ്റ് വാസ് ഓൺലി എ ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ബർമയുടെയും അഫ്ഗാനിസ്ഥാന്റെ ഇടയിലുള്ള ഒരു ലാൻഡ് മാസ് മാത്രമായിരുന്നു ഭാരതം എന്ന് പറയാനുള്ള ഔദ്ധത്യം അവർ കാണിച്ചു. നമ്മുടെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സക്രിയമായി പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് നല്ല സർക്കാസ്റ്റിക് മറുപടി കൊടുത്തു. ആ മറുപടി ഇങ്ങനെയായിരുന്നു, ശരിയാണ് മാഡം, യെസ് യു ആർ റൈറ്റ് മാഡം, that's why when they came here they started a company to establish themselves and give the name British East Landmass in between Burma and Afghanistan Company എന്ന് പേരിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പേരിട്ടിട്ടാണ് അവനിവിടെ വന്നത് തന്നെ. അപ്പോൾ ഇന്ത്യ എന്നില്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ പേരിടുക എന്നുള്ള ചോദ്യം അദ്ദേഹം വേറൊരു രൂപത്തിൽ പറഞ്ഞു. ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ കമ്പനി ഉണ്ടാക്കിയിട്ടാണ് വന്നത്. ഏതായാലും ഭാരതത്തിന് എത്രയോ വർഷങ്ങളുടെ പഴക്കമുണ്ട്, എത്രയോ വർഷങ്ങളുടെ പഴക്കം. ഹിമാലയം സമാരബ്ധ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രത്യക്ഷത്തെ. എത്രയോ കാലമായി നിലനിൽക്കുന്നതാണ്. സമുദ്രപര്യന്ത ഏകരാ ഈ രാഷ്ട്രം എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ഈ നിലനിൽപ്പിന്റെ ആധാരം എന്താണ്? ആധാരം ഏറ്റവും പ്രധാനം നമ്മുടെ സാംസ്കാരിക ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ ആ തുടർച്ചയാണ്. ആ തുടർച്ചയ്ക്ക് കാരണമായിട്ട് ഈ തുടർച്ചയെക്കുറിച്ച് മറ്റു പല മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട്. ബാബാ സാഹേബ് അംബേദ്കർ 1916 കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അംബേദ്കറുടെ വിദ്യാലയമായിരുന്നു. അവിടെ അദ്ദേഹം ഒരു കാസ്റ്റിനെ, ഒരു ആന്ത്രോപോളജിക്കൽ സെമിനാർ നടന്നു. അവിടെ ഓൺ കാസ്റ്റ് എന്ന് പറഞ്ഞ പേപ്പർ അവതരിപ്പിച്ചു. ആ പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രഭാഷണത്തിൽ
അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങൾക്ക് അസൂയ ഉളവാക്കുന്ന വിധത്തിലുള്ളൊരു ജോഗ്രഫിക്കൽ യൂണിറ്റിയാണ് ഭാരതത്തിനുള്ളത് എന്ന്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണെന്ന് ആലോചിക്കണം, 31 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റി ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള യൂണിറ്റി. ഈസ് ഇറ്റ് മിയർ ജോഗ്രഫിക്കൽ യൂണിറ്റി? നോ, ആൻ എംഫറ്റിക് നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് വെറും ഭൗഗോളികമായ ഭൂമിശാസ്ത്രപരമായ ഏകത്വമാണോ? അല്ല. There is an indubitable cultural unity extends from one end to other end. ഒരു സാംസ്കാരികമായ ഏകത്വമുണ്ട് ഭാരതത്തിന്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ഈ സാംസ്കാരിക ഏകത്വത്തിന്റെ കാരണം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള വേദ, ഉപനിഷത്ത്, ഇതിഹാസ, പുരാണ ആദികളായിട്ടുള്ള ദർശനങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു വലിയ സാംസ്കാരിക ഏകതയാണ്. ഭാരതത്തിലെ എല്ലാ ഭാഗത്തും അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കന്യാകുമാരി മുതൽ കാശ്മീരം വരെ എല്ലായിടത്തും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക, താത്വികമായ, തത്വശാസ്ത്രപരമായ ഒരു ദർശനത്തിന്റെ അടിത്തറയുണ്ട്. ആ തത്വദർശനത്തിന് കാരണമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അസംഖ്യങ്ങളാണ്, ലക്ഷോപലക്ഷമുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ആകത്തുക എന്ത് എന്ന് നോക്കിയാൽ അതിൻ്റെ സാരമെന്താണ്? നടരാജഗുരു അദ്ദേഹത്തെ ഗീതയെക്കുറിച്ചുള്ള പ്രഭാഷണം എഴുതുമ്പോൾ, പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്, ദ ക്വൈൻറ്റസെൻസ് ഓഫ് ദാറ്റ് ഓൾ സ്ക്രിപ്ചേഴ്സ് ക്യാൻ ബി നെയിംഡ് ഇൻ എ സിംഗിൾ ടേം, ദാറ്റ് ഈസ് ഗീത, ഭഗവത്ഗീത. ഇതിൻ്റെ മുഴുവൻ ആകത്തുകയാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത അതിൻ്റെ മഹത്വം എല്ലാ കാലത്തിൻ്റെയും യോഗങ്ങളെ, കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ നടരാജഗുരു ഗീതയ്ക്ക് കൊടുക്കുന്ന മറ്റൊരു പേര് ദ സിന്തസൈസർ എന്നാണ്. സിന്തസൈസ് ചെയ്യുന്ന ഒന്നാണ് ഭഗവത്ഗീത, എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്നത്. അത് ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നേരത്തെ പറഞ്ഞു, ഭാരതത്തിന് എപ്പോഴാണോ താഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമാകുന്നത്, ധർമ്മം പുലരുമോ എന്ന് സംശയം തോന്നുന്നത്, അപ്പോഴൊക്കെ ഇവിടെ അവതാരങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് നമ്മൾ പറയും. ആ അവതാരങ്ങൾ പലപ്പോഴും ഭഗവത്ഗീതയെയും ഒരു മുഖ്യ ആയുധമായി, ഒരു സഹായക ഉപകരണമായി ഭാരതത്തിന്റെ ധർമ്മത്തെ, സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയാണ് പ്രധാന ആയുധമാക്കിയിട്ടുള്ളതെന്ന് കാണാം. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിട്ട കാലമാണ് പൂജ്യ ശങ്കരാചാര്യർ കാലടിയിൽ അവതരിച്ചത്. ആ കാലഘട്ടത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് എഴുതുന്ന ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്, ആ സമയത്തൊരു വലിയ സ്പിരിച്വൽ വാക്വം, ഒരു ആധ്യാത്മിക ശൂന്യത ഭാരതത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഗുപ്ത രാജവംശത്തിന്റെ കാലം, അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന ബൗദ്ധ ദർശനങ്ങൾക്ക് പല കാരണങ്ങളെ കൊണ്ട്, 1001 കാരണങ്ങളെ കൊണ്ട് ബൗദ്ധ ദർശനത്തിന് വന്ന ഇടിവ്, ആ ഇടിവ് സാമാന്യ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു വലിയ ശൂന്യത, ഒരു ആധ്യാത്മിക ശൂന്യത. ഈ ആധ്യാത്മിക ശൂന്യത, ഈ സാംസ്കാരികമായ പിൻബലം നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ആ എഡിഫീസ്, നമ്മുടെ ആ കെട്ടിടം, ശക്തമായ കെട്ടിടം, ഈ സാംസ്കാരിക അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള കെട്ടിടം തകർന്നു വീഴുമോ എന്ന് സംശയം പലർക്കും തോന്നിയ ഘട്ടത്തിലാണ് ശങ്കര ഭഗവത്പാദർ ഇവിടുന്ന് അവതരിക്കുന്നതും അദ്ദേഹം ഭാരതം മുഴുവൻ ദേശീയ ഉദ്ഗ്രഥനത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം അതുവഴി ഒരു ദേശീയ നവോത്ഥാനത്തെ സാധ്യമാക്കുന്നു. ചിലപ്പോൾ ഈ ടേംസ്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ചിലർക്കെങ്കിലും അത് രാഷ്ട്രീയ പദങ്ങളായി തോന്നിയേക്കാം. ശങ്കരാചാര്യർ ചെയ്തതിനെ ശരിയായി വിശദീകരിക്കാൻ ഈ പദങ്ങൾ കൊണ്ട് ഇന്ന് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ പദങ്ങൾ തന്നെ ഉപയോഗിച്ചത്. ദേശീയ നവോത്ഥാനത്തിന്റെ, ഒരു ദേശീയ സമുദ്ഗ്രഥനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രത്തെ ഒന്നാക്കുന്ന പ്രവർത്തനം ചെയ്തു. അതിനോടൊപ്പം ആണ് അദ്ദേഹം പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം എഴുതിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗീതാഭാഷ്യം അദ്ദേഹം കുറിക്കുന്നത്. ഗീതാഭാഷ്യത്തിലൂടെ ഭാരതത്തിൽ വീണ്ടും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ യോഗങ്ങളുടെ സമന്വയത്തെ അദ്ദേഹം സാധ്യമാക്കുകയും, ആ ഗീതാഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിൽ ശക്തമായൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നു. നമുക്ക് പലർക്കും അറിയാം, നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതന്മാരാണ്, ഈ കാര്യത്തിൽ വായിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രമാണത്തിന്റെ, ഭാരതീയ ദർശനത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനമാണ് പ്രമാണത്തിന് കൊടുക്കുന്ന ഊന്നൽ. പ്രമാണവിരുദ്ധമായി, പ്രമാണമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ
വേദം 100 വന്ന് എൻ്റെ മുന്നിൽ പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആ പൗരുഷം, ആ ചങ്കൂറ്റം, ആ നട്ടല് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ആ ഗീതാഭാഷ്യത്തിലൂടെ. ശീതോ അഗ്നി അപ്രകാശോ വാ ഇതി ബ്രുവൻ ശ്രുതി ശതമപി ന പ്രാമാണ്യമുപൈതി. 100 വേദം, 4 വേദമല്ല, 100 വേദം ഒരുമിച്ച് വന്നിട്ട് അഗ്നിക്ക് തണുപ്പാണെന്നും അഗ്നിക്ക് പ്രകാശമില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റ ഉത്തരേ പറയൂ, ന പ്രാമാണ്യമുപൈതി. എനിക്കതിന് പ്രമാണമില്ല, എൻ്റെ മുന്നിലുള്ളത് ഇതാണ്, പ്രകാശമുള്ളത് ചൂടുള്ളതുമാണ്. ഈ വരികളിലൂടെ അദ്ദേഹം പറഞ്ഞത് ഈ നിലയിൽ കരുത്തുറ്റ നമ്മുടെ ഒരു ദർശനത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. എല്ലാവരെയും യുദ്ധസ്യ വിഗതജ്വര, ഈ ജ്വരമൊക്കെ മാറ്റിവെച്ച്, കർപ്പണ്യദോഷമൊക്കെ മാറ്റിവെച്ച് യുദ്ധം ചെയ്യുക. മൈ സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളെയും എന്നിൽ അർപ്പിച്ച്, സന്യസ്യ അധ്യാത്മചേതസ, അതിലർപ്പിച്ച്, നിരാശ നിർമ്മമോ ഭൂത്വ യുദ്ധസ്യ വിഗതസ്വര, ഇതിലൂന്നൽ കൊടുത്തുകൊണ്ട് കർമ്മമാർഗത്തിലേക്ക് കൂടുതൽ ശക്തമായി നീങ്ങാനുള്ള ഉപദേശം നൽകുന്ന ഗ്രന്ഥം. ഞാനിത് ആ ചരിത്രം മുഴുവൻ പറയാനല്ല പോകുന്നത്. പിന്നെയും കാലം കുറച്ചുകൂടി അല്പം കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ചരിത്രകാരന്മാരും ദാർശനികന്മാരും വിലയിരുത്തുന്നത് അതിനും ചില വീഴ്ചകൾ സംഭവിച്ചു. ഇപ്പോൾ ശ്രീ രാമകൃഷ്ണാനന്ദ സ്വാമികൾ ലൈഫ് ഓഫ് രാമാനുജ എഴുതിക്കൊണ്ട് അതിൽ അദ്ദേഹം പറയുന്നത്, ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിന് ശേഷം കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മഹാവാക്യങ്ങൾക്ക് ശങ്കരാചാര്യർ കൊടുത്ത ഊന്നലിന് വിരുദ്ധമായ ചില പരാമർശങ്ങളും ചില ജീവിത രീതികളും നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങി. അഹം ബ്രഹ്മാസ്മി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ബ്രഹ്മമാണെന്ന് ചിന്തിക്കുകയും ബ്രഹ്മം പോലെ ഉയരുന്നതിന് പകരം ബ്രഹ്മത്തെ എൻ്റെ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാനും ഞാൻ ചെയ്യുന്ന ഒരു കർമ്മവും ഒരു കാരണവശാലും ഞാൻ ദോഷം ചെയ്താൽ പോലും ഏതാണ്ട് താമരയിലയില് വെള്ളം വീഴുന്നത് പോലെ, താമരതളത്തിൽ വെള്ളം വീഴുന്നത് പോലെ എന്നെ ബാധിക്കില്ല എന്ന നിലയിൽ കാര്യങ്ങൾ അധപ്പതിക്കാൻ തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു രാമാനുജാചാര്യർ എത്തുന്നതും ഗീതയ്ക്ക് പുതിയ ഭാഷ്യം രചിക്കുന്നതും. അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ ശങ്കരാചാര്യർ, രണ്ടാമത് വിശിഷ്ടാദ്വൈതത്തിന്റെ ആധാരത്തിൽ ഭാവാഭാവങ്ങളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് രാമാനുജാചാര്യർ ഭാഷ്യം എഴുതുന്നു. വീണ്ടും ഭാരതത്തെ താങ്ങി ഉയർത്തുക, മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാൻ ശ്രമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് മധ്വാചാര്യരെ പോലുള്ള ആചാര്യന്മാര് ദ്വൈത ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗീതയ്ക്ക് ഭാഷ്യം രചിക്കുന്നു. നിമ്പാർക്കാചാര്യൻ ദ്വൈതാദ്വൈതത്തിന്റെ ആധാരത്തിൽ ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച് ഭാരതത്തിന്റെ സാംസ്കാരികമായ ഏകതയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതും കഴിഞ്ഞ് കുറച്ചു കാലം കൂടി മുന്നോട്ട് വരുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് പോലെ അല്പം അപജയം നടക്കുമ്പോൾ അതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവതാരങ്ങൾ ഉണ്ടാവുകയും ഗീത അതിന് പ്രധാനമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അതാണ് മഹാരാഷ്ട്രത്തിലെ സന്ത് ജ്ഞാനേശ്വരന്റെ കർമ്മങ്ങളിലൂടെ സംഭവിക്കുന്നത്. ജ്ഞാനേശ്വരി എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഭാഷ്യം, സത്യത്തിൽ നമ്മൾ അതിൻ്റെ മലയാള പരിഭാഷ വായിച്ചിട്ടുള്ള, മറാഠി അറിയാവുന്നവർ മറാഠിയിൽ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ വന്നിട്ടുള്ളത് വായിച്ചിട്ടുള്ളവർക്കറിയാം. എത്ര ലളിതമായ വിധത്തിൽ ഓരോരോ ചെറിയ സംഭവത്തിലൂടെ നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ആ കൃതി, ആ കാലഘട്ടത്തിന് ആവശ്യമനുസരിച്ച് നടത്തിയ വ്യാഖ്യാനം. കാരണം അതിനു മുമ്പ് നടന്ന ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ ജനങ്ങൾ എത്തിപ്പെട്ട ചെറിയ തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ എത്തിപ്പെട്ടു പോയ നിവൃത്തി മാർഗത്തിന് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പ്രവൃത്തിക്കൊട്ടും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഭാരതം ശിഥിലമായി പോകുമോ എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ജ്ഞാനേശ്വരി ഉണ്ടാകുന്നത്. അവിടെയാണ് ജ്ഞാനേശ്വരൻ നിവൃത്തിയല്ല ഈ സമയത്ത് വേണ്ടത്, പ്രവൃത്തിയാണ് എന്ന് സിദ്ധാന്തിച്ചുകൊണ്ട് സാംസ്കാരിക നവോത്ഥാനത്തിന് അദ്ദേഹം വിത്തുവാങ്ങി. ആ കാലഘട്ടത്തിലാണ് മുഗള ആക്രമണങ്ങളൊക്കെ നടന്നു തുടങ്ങാൻ അരങ്ങൊരുങ്ങി വരികയാണ്. അങ്ങനെ പ്രവൃത്തി മാർഗത്തിന് ഊന്നൽ കിട്ടിയതോടുകൂടി ഒരു നവോത്ഥാനം, പുതിയ നവോത്ഥാനം സാധ്യമായി. അതെവിടെയാ ചെന്ന് അവസാനിച്ചത്? മഹാരാഷ്ട്രത്തിൽ ഛത്രപതി ശിവാജിയുടെ ഹൈന്ദവീ സ്വരാജിന്റെ സ്ഥാപനത്തിലാണ് ചെന്നെത്തിയത്. എത്ര വലിയൊരു പരിവർത്തനം നടന്നത് എന്നാലോചിച്ച് നോക്കൂ. ജ്ഞാനേശ്വരി വ്യാഖ്യാനം അത് ഭാരതത്തിന്റെ ഒരു പുത്തൻ സ്വാതന്ത്ര്യ സമരമായി മാറി, അതിൻ്റെ രണഗീതമായിട്ട് മാറുന്നത് കാണാം. വിശദീകരിക്കാൻ ഏറെയുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ജ്ഞാനേശ്വരൻ്റെ ഒക്കെ കാലം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വന്നു. മറാഠ രാജവംശത്തിന്റെ ആ വൈഭവാവസ്ഥയൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ വൈഭവാവസ്ഥയിലേക്കുള്ള മുന്നേറ്റം ദൃശ്യമാകാതിരുന്ന ആ ഘട്ടത്തിലാണ് മറ്റൊരാചാര്യൻ
ശ്രീ മധുസൂദന സരസ്വതി ഗൂഢാർത്ഥ ദീപികാ ഭാഷ്യം ഗീതയ്ക്ക് ചമക്കുന്നു. ആ ഭാഷ്യവും വളരെ ചരിത്രപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. സ്വാമി ഗംഭീരാനന്ദജി, ഇതൊക്കെയും നമ്മുടെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട ആശ്രമാധിപന്മാരെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഗംഭീരാനന്ദജി അദ്ദേഹം ഈ ഗൂഢാർത്ഥ ദീപികയെ കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പച്ചയായിട്ട് ഒട്ടും വാക്കുകൾ ലഘൂകരിക്കാതെ ലളിതമാക്കാതെ, അവർക്കൊന്നും പിന്നെ ഇലക്ഷൻ നിൽക്കേണ്ടാത്തത് കൊണ്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആവാനൊന്നും അവർ ശ്രമിക്കാതെ അവരെഴുതി. അദ്ദേഹം പറയാണ്, വൺ ഓഫ് ദി നൊട്ടോറിയസ് പ്രാക്ടീസസ് ഓഫ് ദ മുസ്ലിം പ്രീസ്റ്റ് ആസ് ഗുഡ് മുസ്ലിംസ് വാസ് ടു ഫ്രീക്വന്റ്ലി അറ്റാക്ക് ആൻഡ് കിൽ ഹിന്ദുസ്, എസ്പെഷ്യലി അറ്റ് പിൽഗ്രിം സെന്റേഴ്സ് സച്ച് ആസ് ബനാറസ്. വാരണാസിയിലും മറ്റും ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം സ്വാമിജി എഴുതുന്നത്, ആ സമയത്തെ നിയമം ഈ ആക്രമണകാരികളെ പിന്തുണയ്ക്കുന്നതായിരുന്നു. ഇരകളോടൊപ്പമല്ല, വേട്ടക്കാരോടൊപ്പമായിരുന്നു ഭരണരീതി. ആ സമയത്ത് കഷ്ടത അനുഭവിച്ച ഹിന്ദുക്കൾ, ഭാരതീയർ കൂട്ടം കൂട്ടമായി മധുസൂദന സരസ്വതി സ്വാമികളെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം എല്ലാവരെയും സംഘടിപ്പിക്കാനും അവർക്ക് ആയുധ പരിശീലനം, കായിക പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഖാഡകൾ ഉണ്ടാക്കാനും അതിൻ്റെ ഒരു താത്വിക ദർശനം എന്ന നിലയിൽ ഭഗവത്ഗീതയുടെ ഈ ഗൂഢാർത്ഥ ദീപിക എന്ന ഭാഷ്യത്തെ ഉപയോഗിക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ചെറുത്തുനിൽപ്പ്, മുഗളാധിപത്യത്തിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിന് അഖാഡകൾ വഹിച്ച പങ്കിനെ കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഈ ഗൂഢാർത്ഥ ദീപികയും കാണാം. അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയില്ലെങ്കിലും വിവേകാനന്ദന്റെ ജീവിതം ഗീതയുടെ ഭാഷ്യമായിരുന്നു. ഭാരതീയരെ ഉണർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ നിസ്സഹായതാ ബോധവും നൈരാശ്യവും ഭീരുത്വമാണ് ലോകത്ത്. പാപമുണ്ടെങ്കിൽ അതിതാണ്. പാപമെന്നൊരു സംഗതി ഉണ്ടെങ്കിൽ ഈ നിസ്സഹായതാ ബോധമാണ്. ഗീത നിങ്ങളോട് പറയുന്നത് ഒരിക്കലും നിസ്സഹായരായിരിക്കാനല്ല, ഒരിക്കലും തളർന്നിരിക്കാനല്ല, തളരാൻ കഴിയില്ല, ധീരതയോടെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് നിന്റെ ശത്രു നീ തന്നെയാണ്, നിന്റെ മിത്രം നീ തന്നെയാണ്. എപ്പോഴും വിവേകാനന്ദ സ്വാമികൾ ഉദ്ധരേത് ആത്മനാത്മാനം അവസാദേത് ആത്മൈവ ഹി രിപുരാത്മന ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നീ തന്നെയാണ് നിന്റെ രിപു, ശത്രു, നീ തന്നെയാണ് നിന്റെ മിത്രം. നിനക്ക് മുന്നോട്ട് വരാൻ കഴിയും. അതുകൊണ്ട് ഗീത അതിൻ്റെ ഉപദേശം തന്നെ തുടങ്ങുന്നത്, അതാണ് സ്വാമി വിവേകാനന്ദന്റെ പക്ഷം. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. വലിച്ചെറിയുക ഈ ഭീരുത്വം, നിസ്സഹായതാബോധം, നൈരാശ്യം. ഉണരുക, എഴുന്നേൽക്കുക. സ്വാമിജി എപ്പോഴും ഉപനിഷത് വാക്യമായ ഉത്തിഷ്ഠത ജാഗ്രത ഉപയോഗിക്കുമ്പോഴും ഗീതയിലെ ഈ ശ്ലോകം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് സ്വാമിജി എപ്പോഴും പറയാറുണ്ടായിരുന്നത്. സ്വാമിജിയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് വിപ്ലവകാരികളായാലും മിതവാദികളായാലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കുതിച്ചു ചാടി. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, കൊളോണിയലിസ്റ്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് സ്വാമിജിയുടെ ഈ ഗീത സന്ദേശത്തിന്റെ പ്രചരണത്തിന് ശക്തി പകരാൻ സാധിച്ചു. ഇതേപോലെ തന്നെയാണ് ലോകമാന്യ തിലകൻ മണ്ഡല ജയിലിൽ വെച്ച് എഴുതിയ ഗീതാരഹസ്യത്തിന്റെ 2 ഭാഗങ്ങൾ. അദ്ദേഹം 1797 ശിവജി മഹോത്സവത്തിന്റെ സമയത്ത്, ഹിന്ദു സാമ്രാജ്യ ദിന മഹോത്സവത്തിന്റെ സമയത്ത് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗീതാ തത്വത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഗീതയുടെ പുതിയ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു, ഭാരതം നമ്മുടെ ധർമ്മക്ഷേത്രമാണ്. ഭാരതത്തിനായി നമ്മളിവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ധാർമ്മിക കാര്യമാണ്, ധാർമ്മിക യുദ്ധമാണ്. നോക്കൂ, ഛത്രപതി ശിവാജി അഫ്സൽ ഖാനെ വധിച്ചു. ചിലർ പറയും അത് ചതിച്ചു കൊന്നു. അല്ല, അതൊരു ധർമ്മയുദ്ധമാണ്. ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ യുദ്ധമാണ്. ഒരു കാരണവശാലും അതൊരു പാതകമോ അതൊരു പാപമോ ആകുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ 897 പ്രസംഗത്തിന്റെ മുഖ്യ പങ്ക്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ദാമോദർ ഛാപ്പേക്കർ എന്ന് പറയുന്ന വിപ്ലവകാരിയായ യുവാവ് ഒരു ക്രൂരനായ ബ്രിട്ടീഷ് ഓഫീസർ റാഞ്ചിനെ വെടിവെച്ചു. ബ്രിട്ടീഷുകാർ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അതിന്റെ പ്രേരണ ഈ പ്രസംഗമാണ് എന്ന് പറഞ്ഞു.
ഈ പ്രസംഗം കേട്ടിട്ട് ആവേശഭരിതനായിട്ടാണ് ചാപ്പേക്കർ ഈ കൃത്യം ചെയ്തത് എന്ന് പറഞ്ഞ് തിലകനെയും പ്രതിയാക്കി 18 മാസക്കാലത്തോളം അദ്ദേഹത്തെ നാടുകടത്തി മണ്ഡല ജയിലിലേക്ക് വെച്ചു. പക്ഷെ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു എന്ന് പിന്നീട് പറയാറുണ്ട്. അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹം ഈ നടത്തിയ പ്രസംഗത്തിന്റെ ബീജത്തെ വികസിപ്പിച്ചുകൊണ്ട് ഗീതാ രഹസ്യം ധർമ്മക്ഷേത്രത്തിലെ ധർമ്മയുദ്ധത്തിനായി ഭാരതീയരെ തയ്യാറാക്കുന്ന ആ ഒരു മഹത്തായ പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിലൂടെയാണ് ഭാരതത്തിലെമ്പാടും നമുക്ക് സുഖകരമായ ഒരു അസ്വസ്ഥത, ബ്രിട്ടീഷുകാർക്ക് ഒട്ടും സുഖകരമല്ലാത്തൊരു അസ്വസ്ഥതയ്ക്ക് വിത്തുപാകിയത് അദ്ദേഹം. ഭാരതമാസകലം സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭേരി പുതിയ ഭാവത്തിൽ ഉയർന്നത്. അതിനു മുമ്പേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടക്കം കുറിക്കപ്പെട്ടെങ്കിലും ഒരു സേഫ്റ്റി വാൽവ് എന്ന നിലയ്ക്ക് ഒരു വിദേശി ഭാരതത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി തന്നെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനം പൊരുതുന്നൊരു മുന്നണിയായി മാറ്റുന്നതിൽ തിലകൻ വഹിച്ച പങ്കിന്റെ പിന്നിലെ തത്വശാസ്ത്രം ഗീതയുടേതായി. പലപ്പോഴും പലർക്കും ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇതൊരു മോക്ഷശാസ്ത്രം എന്നതിനപ്പുറത്ത് അതൊരു രണഗീതമാണ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ആ ലോകമാന്യ തിലകനിൽ നൽകി. പിന്നെയും ഉണ്ട് അനവധി. അരവിന്ദ മഹർഷിയുടെ എസ്സൈസ് ഓൺ ഗീത, അതും ധൈര്യത്തോടുകൂടി ഭാരതത്തിന്റെ മോചനത്തിനു വേണ്ടി പൊരുതാനുള്ള പ്രേരണ നൽകുന്നതായിരുന്നു. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായി ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഈശ്വര വിശ്വാസിയൊന്നും ആയിരുന്നില്ലെങ്കിലും ധീരനായ വിപ്ലവകാരി സദാ തന്നെ തൂക്കിലേറ്റുന്നതിന്റെ തലേ രാത്രി പോലും നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഭഗവത്ഗീതയായിരുന്നു. കാരണം അത് കർമ്മത്തിന്റെ രഹസ്യത്തെ, കർമ്മത്തിന്റെ മഹത്വത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ്. വിപ്ലവകാരികളെ മാത്രമാണോ ഗീത പ്രേരിപ്പിച്ചത്? മഹാത്മാഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥം അനാസക്തി യോഗം എന്ന പേരിൽ ഗീതയ്ക്ക് ഭാഷ്യം രചിക്കുമ്പോൾ മഹാത്മാഗാന്ധിജിയും ആധാരമാക്കിയത് ഈ തത്വത്തെയാണ്, ഈ ദർശനത്തെയാണ്. ഭാരതമാസകലം കർമ്മത്തിന്റെ മഹത്വം, ആസക്തി കൂടാതെ കർമ്മം ചെയ്യേണ്ടതിന്റെ മഹത്വം, വർക്ക് ഈസ് വർഷിപ്പ് എന്ന മഹത്തായ സന്ദേശം നൽകാൻ മഹാത്മാഗാന്ധിജി 3-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം മുതൽ 16-ാമത്തെ ശ്ലോകം വരെയുള്ള യജ്ഞമഹത്വത്തെക്കുറിച്ച് അദ്ദേഹം ഉപദേശിച്ചു. യജ്ഞത്തിന്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ് ജനങ്ങൾക്ക് കിട്ടിയത്. നാളതുവരെ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ തീയിലിട്ട് കത്തിക്കുന്ന ഒരു കർമ്മമായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. ഒരു കർമ്മകാന്ഡം എന്ന നിലയിലാണ് കണ്ടത്. മഹാത്മാഗാന്ധിജി തന്റെ അനാസക്ത യോഗത്തിലൂടെ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. സംഘത്വമില്ലാതെ സംഘത്വം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് സമ്പൂർണമായ പരാജയത്തിന്റെയും തകർച്ചയുടെയും കാരണമെന്നാണ് ഗീത പറയുന്നത്. സംഘാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോ വിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം, ബുദ്ധിനാശാത് പ്രണശ്യതി. സമ്പൂർണ്ണ വിനാശത്തിന്റെ കാരണം സംഘത്വമാണ്, മമത്വമാണ്. അർജുനനെ ബാധിച്ച പ്രധാനപ്പെട്ട രോഗം അതാണ് എന്ന് ഭഗവാനാകുന്ന ഡോക്ടർ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്തു. തുടക്കത്തിൽ തന്നെ അനലൈസ് ചെയ്തു. ഇവന് ബാധിച്ചിരിക്കുന്ന ഇവനുള്ള ആ ദൗർബല്യത്തിന്റെ ബീജം എവിടെയാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒന്ന് കൊണ്ടുപോയിട്ട് ഈ യുദ്ധക്കളത്തിൽ കൊണ്ടു നിർത്തിയിട്ട് എന്റെ കൈ കൊണ്ട് ചാകാൻ വന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഈ ധാതരാഷ്ട്രന്മാരുടെ പ്രേരണയാൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വന്ന് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന മണ്ടന്മാർ ആരൊക്കെയാണെന്നൊന്ന് കാണിക്ക് എന്ന ഔദ്ധത്യത്തോടെയാണ് അർജുനൻ പറഞ്ഞത്. അന്നേരം ഒട്ടും തളർച്ചയില്ല. ഹേ കൃഷ്ണ, കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞപ്പോ എവിടെയും വേണമെങ്കിൽ കൊണ്ടു നിർത്തായിരുന്നു കൃഷ്ണൻ. പക്ഷേ കൃഷ്ണൻ ഇയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ മുന്നിൽ തന്നെ കൊണ്ടു നിർത്തി. ഭീഷ്മരുടെയും ദ്രോണരുടെയും സ്വന്തം ബന്ധുക്കളുടെയും ഒക്കെ ഒറ്റ തവണയെ നോക്കിയുള്ളൂ. നോക്കിയപ്പോൾ തന്നെ തീരുമാനമെടുത്തു അദ്ദേഹം വലിയ തത്വശാസ്ത്രിയായിട്ട് അങ്ങോട്ട് മാറാനുള്ള കാരണം എന്താ? ഇയാൾ വലിയ തത്വദർശനികനായിട്ടാണ്. അർജുനനെ അങ്ങനെ ആരും അറിയുന്നില്ല. ബുദ്ധിമാനാണ്, ബുദ്ധിക്ക് കുറവൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു വേദാന്തിയായിട്ടൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം കൃഷ്ണനേക്കാൾ വലിയ വേദാന്തിയാവുകയാണ്. കൃഷ്ണനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ആദ്യ അധ്യായത്തിൽ നോക്കിയാൽ നമുക്കറിയാം, അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഗീതയുടെ ഉപദേശമാണെങ്കിൽ അത് ആദ്യ അധ്യായത്തിൽ ഒട്ടുമില്ല. ആദ്യ അധ്യായത്തിൽ അർജുനോപദേശമാണ് നടക്കുന്നത്. കൃഷ്ണൻ ഇങ്ങനെ യുദ്ധം നടന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക? ആണുങ്ങളൊക്കെ ചത്തുപോയാൽ പിന്നെ സ്ത്രീകളുടെ എണ്ണം കൂടില്ലേ? സ്ത്രീകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്തൊരു മണ്ടത്തരങ്ങളൊക്കെയാ പറയുന്നത് നോക്കൂ. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ചില വിപ്ലവകാരികളൊക്കെ പറയുന്ന പോലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കാൻ പാടില്ലായിരുന്നു, നടന്നു കഴിഞ്ഞപ്പോൾ എന്തിനാ നിർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അന്ന്
അർജുനൻ പറയാൻ തുടങ്ങി, എന്താണ് ഇവരെയൊക്കെ കൊല്ലാനാണോ എന്നെ കൊണ്ട് നീ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? ഈ ബന്ധുക്കളുടെ കൈ കൊണ്ട് മരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതല്ല എങ്കിൽ ഭൈക്ഷ്യമിപീഹ ലോകെ, ഞാൻ സന്യാസിയായി ഇയാൾക്ക് പോകാനുള്ളതാണ് സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് അത് ഈ ശ്മശാന വൈരാഗികൾക്കുള്ളതല്ല. എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് കാണുമ്പോഴേക്കും ഇനിയില്ല, ഞാൻ സന്യാസിയായേക്കാം, അങ്ങനെ പോകേണ്ടതല്ലല്ലോ. ഈ ദൗർബല്യങ്ങളൊക്കെയും അർജുനൻ പ്രകടിപ്പിക്കുന്നത് ഈ മമത്വം എന്ന് പറയുന്ന ദോഷമുള്ളത് കൊണ്ടാണ്. മമത്വത്തിലൂടെ ഉണ്ടാകുന്ന സംഗത്വം, അടുപ്പം. ഒട്ടൽ എന്ന് പറയില്ല, ഒട്ടൽ. ഈ ഒട്ടൽ ഉണ്ടാകാനേ പാടില്ല. ഒട്ടൽ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നിന്റെ കർമ്മം യജ്ഞമാകും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ ആ കർമ്മമൊക്കെ ഇങ്ങോട്ടിട്ടൊക്കെ, ഇങ്ങോട്ടിടൂ. അതാണ് മഹാത്മാഗാന്ധി ആവർത്തിച്ചു പറയുന്നത്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. അവിടെയാണ് കർമ്മബന്ധനം ഉണ്ടാവുന്നത്. ഒരു പാമ്പാട്ടി പാമ്പിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ കർമ്മം ചെയ്യാൻ കഴിയണം. അതിന് കൊത്തുകൊള്ളരുത്. കൊത്തുകൊള്ളുന്നു എന്നുള്ളതാണ് നിന്റെ പ്രശ്നം. അതുകൊണ്ട് തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. ആ യജ്ഞഭാവന എത്ര സുന്ദരമായ, ഇന്നത്തെ നമ്മുടെ സമൂഹം ലോകമാസകലമുള്ള സർവ പ്രശ്നങ്ങളുടെയും ഉത്തരം ഈ യജ്ഞചക്രത്തിലുണ്ട്, യജ്ഞസങ്കല്പത്തിലുണ്ട്. നമ്മൾ ഈ 31-ാം തീയതി ആഗസ്റ്റ് 31-ാം തീയതി നടക്കാൻ പോകുന്ന ഗീതായനത്തിൽ ഇതിന്റെ വിവിധ അംശങ്ങൾ പരാമർശിക്കപ്പെടും, ഉറപ്പാണ്. പക്ഷെ അവിടെ നിർത്താനുള്ളതല്ല. ഇതിന്റെ ഓരോ സൂക്ഷ്മാംശത്തെക്കുറിച്ചും നമുക്ക് പിന്നീട് ഗ്രാമാന്തരങ്ങളിൽ ഇതിന്റെ ചർച്ച നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ ആചാര്യന്മാര്, മഹാത്മാഗാന്ധിജി ആയാലും പിന്നീട് പൂജ്യസ്വാമി ചിന്മയാനന്ദജി ആയാലും, നമ്മുടെയൊക്കെ ആചാര്യനായിട്ടുള്ള എല്ലാവരും നമ്മുടെ ആചാര്യന്മാരാണ്. സദാശിവ സമാരംഭ എന്ന് നമ്മൾ പറയുന്ന ശങ്കരാചാര്യ മധ്യമം, അസ്മദാചാര്യ പര്യന്തം, നമ്മൾ വന്നേ ഗുരു പരമ്പര എന്ന് പറയുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ആചാര്യന്മാരാണ്. പക്ഷെ വിചാരകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഗീതാസ്വാധ്യായ സമിതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു ആചാര്യൻ ജീവിച്ചു പോയി. അദ്ദേഹമാണ് നമ്മളോട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഗീതയുടെ മഹത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞതും. അത് മാന്യ പരമേശ്വരജിയാണ്. അങ്ങനെ ആ പരമേശ്വരജി തുടക്കം കുറിച്ച ഗീതാസ്വാധ്യായ സമിതിയുടെ ആ മഹത്തായ പരിപാടികളുടെ 25-ാം വർഷം ആചരിക്കുന്ന സമയത്ത് ഈ വസ്തുതകളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ഗീത എപ്രകാരമാണ് ഈ ഭാരതത്തിന്റെ നിലനിൽപ്പിന് കാരണമായി തീർന്നത്, ഗീത എപ്രകാരമാണ് ചരിത്രപരമായ വിശകലനത്തിലൂടെ പറയാൻ ശ്രമിച്ചത്, ഒരു അംശം മാത്രം പറയാൻ ശ്രമിച്ചതാണ്, ആ ഏത് വിധത്തിലാണ് തകർച്ചകളിൽ നിന്ന് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കാരണമായി തീർന്നത്, എങ്ങനെയാണ് ശങ്കരാചാര്യർ മുതൽ പരമേശ്വർജി വരെയുള്ള ആചാര്യ പരമ്പര ഗീതയെ ഭാരതം നേരിടുന്ന, കേരളം നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ മൂല മന്ത്രമായി, പരിഹാര മന്ത്രമായി നമ്മുടെ മുന്നിൽ ഉപദേശിച്ചത്. ഇത് തികച്ചും സാധ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു ദർശനം മാത്രമാണ്. ഇത് വെറും സിദ്ധാന്തത്തിലൂടെ കാണേണ്ട ഒന്നല്ല. ഭാരതത്തിലെമ്പാടും അത് സാധ്യമാക്കി തന്നിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ, കാണിച്ചു തന്നിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കേരളത്തിൽ കുറച്ചുകൂടി ശക്തമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ ഒരു വളരെ വിഷമകരമായ സാഹചര്യം, തെറ്റായ ആശയങ്ങളെ വളരെ പുരോഗമന ആശയങ്ങളാണെന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ ആധ്യാത്മികതയുടെ, സാംസ്കാരിക തനിമയുടെ സർവ്വ അംശങ്ങളെയും ഇല്ലാതെയാക്കാൻ ഒരു കൂട്ടർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. കുറെ കാലങ്ങളായി അതിനുള്ള പരിശ്രമം തുടങ്ങിയിട്ട് നമ്മുടെ ഉദാത്തങ്ങളായ ബിംബങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞ് മനസ്സിനെ ശൂന്യമാക്കി, മനസ്സിനെ വികൃതമാക്കി ആ കൂട്ടർ. അതിൻ്റെ ചെറിയ ലളിതമോ അല്പം വളരെ ലളിതമായ ഉദാഹരണമാണ് അമ്പലം കൊത്തിക്കിളച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ചിലർ വിളിച്ചത്. കൊത്തിക്കിളച്ച് എന്തെങ്കിലും ചെയ്തോളൂ, പക്ഷെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ബിംബങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ ആ ബിംബങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ശൂന്യതയുടെ സ്ഥാനത്ത് തത്തുല്യമോ അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ബിംബങ്ങളെ പ്രതിഷ്ഠിക്കാൻ കഴിയണം. അതിന് കഴിവില്ലാത്തവൻ വിഗ്രഹധ്വംസനത്തിന് പുറപ്പെടുകയാണ്. ഭാരതത്തിന് സംഭവിച്ച, കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഭാരതം അതിൽ നിന്ന് മോചനം നേടി മുന്നോട്ട് വരികയാണ്. പക്ഷെ കേരളം ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ബിംബങ്ങൾ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ദർശനങ്ങളുടെ ആ സ്ഥാനത്ത് നമുക്ക്
നമ്മുടെ കയ്യിലുള്ള ഈ ഭഗവത്ഗീതയാകുന്ന ആ ബിംബത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയണം. കാരണം അതിന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഉപദേശിച്ച് തരാനുള്ള സർവ കരുത്തും അതിനുള്ളുണ്ട്. അത്രയ്ക്ക് കരുത്തുറ്റൊരു ബീജമാണ് അത്. ആ ബീജമന്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ചുറ്റുപാടുമുള്ള സർവർക്കും പ്രേരണ നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുതകുന്ന വിധത്തിലുള്ളൊരു ഗീതായനമായിരിക്കണം 31-ാം തീയതി നടക്കേണ്ടത്. അതിനുതകുന്ന വിധത്തിൽ. ഇന്ന് ഞാൻ പറഞ്ഞു, സന്തോഷം അങ്ങേയറ്റമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്നത്തെ ശരിയാണ്, ഈ ഹോളിൽ നിശ്ചയിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ യുവാക്കൾ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ ഹോളൊക്കെ എവിടെ ഇരുത്തുമായിരുന്നു ആ കുഞ്ഞുങ്ങളെ എന്ന് ഉള്ളത് കൊണ്ടായിരിക്കാം പ്രധാനപ്പെട്ട ആളുകൾ കുട്ടികളെ വിളിക്കാതിരുന്നത്. പക്ഷെ അത് ഏതായാലും 31-ാം തീയതി അങ്ങനെ കണക്കാക്കരുത്. നമുക്കിരിക്കാൻ ഇടമില്ലെങ്കിൽ കൂടി യുവാക്കളെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം നടത്തും. അതിന് ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ഗ്രാമസഭകളിലൂടെ ഗ്രാമസമിതികളിലൂടെ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ചിന്തിക്കണം. ഒരു കാര്യം ഓർക്കുക, സ്കൈ ഈസ് ഓർ ലിമിറ്റ്, ഈവൻ ബിയോണ്ട് സ്കൈ. ആകാശമാണ് നമ്മുടെ അതിര്. അതിരുകളില്ലാത്ത ആകാശം എന്നല്ലേ പറയുന്നത്. അതിനപ്പുറത്തേക്കായിരിക്കണം ലക്ഷ്യം. 250 ലക്ഷം വെച്ചിട്ട് 500 ആളുകളെ വെച്ചിട്ടാണ് ആദ്യത്തെ ശിബിരം നടത്തിയത്. പിന്നീട് ഒരു 750,000 എന്ന് പരമേശ്വർജി പറഞ്ഞിടത്താണ് 2000 പേരെത്തിയത്. 150, 200 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിടത്താണ് 150ഓളം ദേശവിദേശ പണ്ഡിതന്മാര്, ദലൈലാമ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെത്തിയ ഗീത ഇന്റർനാഷണൽ നടത്തിയത്. മാതൃക നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനൊരു മാതൃക മുന്നിലുള്ളപ്പോൾ അതിനെയും അപ്പുറത്തേക്ക് കടത്തി നമുക്ക് ആ പരിപാടി വിജയിപ്പിക്കാൻ കഴിയണം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഇത് അമൃതകാലത്തിന്റെ പുണ്യമായി നാം സ്വീകരിക്കേണ്ട ഒന്നാണ്. 2047 എന്ന മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഗീത നമുക്ക് പ്രേരണയാകട്ടെ, ഗീത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി മാറട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗീതാ മാതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് പിൻവാങ്ങുന്നു. വന്ദേ മാതരം.